ഡോക്ടർ ബി ജയരാജ്, ആമ ഇഴഞ്ചാൻ തോട്, അതായത് ആമ ഇഴയുന്നത് പോലെയാണ് ഇതിലുള്ള നീരൊഴുക്ക്. ആ നീരൊഴുക്ക് അറിയാലോ, ആമ ഇഴയുന്നത് പോലെ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അവിടെയാണ് ഈ മാലിന്യ കൂമ്പാരം ഉള്ളത്. മാലിന്യമല എന്നാണ് പറയുന്നത്. നോക്കൂ, ഉത്തരവാദിത്തം കോർപ്പറേഷനാണ് അല്ലേ? നഗരം ക്ലീൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം കോർപ്പറേഷനാണ്. ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് ഇവിടുത്തെ ഭരണകൂടം ആണ് അത് നോക്കേണ്ടത്. 5 വർഷം മുമ്പ് കോർപ്പറേഷൻ 50 ലക്ഷം രൂപ ചെലവഴിച്ച് ആമയിഴഞ്ചാൻ തോടിൻ്റെ ശുചീകരണവും അതുപോലെ പാർശ്വഭിത്തി നിർമ്മാണവും നടത്തി. നമുക്കറിയാവുന്ന പോലെ ബേക്കറി ജംഗ്ഷൻ മുതലുള്ള പ്രാരംഭ ഭാഗത്തെ അറ്റകുറ്റപ്പണികൾക്കായി 4 കോടി രൂപയുടെ പദ്ധതി പരിഗണനയിലുണ്ട്. വഞ്ചിയൂരിൽ നിന്ന് പാറ്റൂർ വരെ 1 കിലോമീറ്ററോളം ഭാഗത്ത് ബോക്സ് കൾവേർട്ടുകൾ സ്ഥാപിച്ച് തോട് പൂർണ്ണമായും റോഡിന് അടിയിലാക്കാൻ 23 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതിയായിട്ടുണ്ട്. 10 വർഷം മുമ്പ് കിഴക്കേക്കോട്ട ഭാഗത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ആ പദ്ധതിക്ക് 24 കോടിയോളം രൂപ ചെലവഴിച്ചിരുന്നു. പക്ഷേ ഈ കോടികളെല്ലാം നേരത്തെ ശ്രീ സതീഷ് ഗോപി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് തോട്ടിലൂടെ ഒഴുകിപ്പോയി. ആരാണ് സർ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരവാദി? തികച്ചും ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇപ്പൊ നടന്നത്. കാരണം ഒരു മനുഷ്യജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. പലപ്പോഴും മലയാളികളുടെ കണ്ണ് തുറക്കുന്നത് ഏതെങ്കിലുമൊക്കെ ജീവൻ പൊലിയേണ്ടി വരും. അതിനെ തുടർന്ന് ഒരു ക്ലീനപ്പ് ഉണ്ടാവും, അതിനെ തുടർന്ന് ഒരു പ്രക്ഷോഭം ഉണ്ടാവും, അതിനെ തുടർന്ന് മാധ്യമങ്ങൾ സംസാരിക്കും. ഈ ഓപ്പറേഷൻ അനന്തയാണെങ്കിലും മറ്റെല്ലാ പദ്ധതികളാണെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ ആ സമയത്ത് നടക്കുകയും പിന്നീട് ഫോളോ അപ്പ് ഇല്ലാതിരിക്കുകയും ചെയ്യും. നേരത്തെ സതീഷ് ഗോപി സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ഫോളോ അപ്പ് 2 വർഷത്തിലൊരിക്കലും അത് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് 10 വർഷം ക്ലീൻ ചെയ്യാതാകുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. കഴിഞ്ഞ 2-3 വർഷത്തിന് മുമ്പ് കഴിഞ്ഞ കോർപ്പറേഷൻ അധികാരത്തിലെത്തിയ സമയത്ത് തമ്പാനൂരിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ റെയിൽവേ ആയിട്ട് ഒരു വലിയൊരു ടെസ്റ്റ് നടത്തിയതിന് ശേഷമാണ് അന്നത്തെ മേയർ എല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ അത് ക്ലീൻ ചെയ്യുന്നതും തമ്പാനൂര് വെള്ളപ്പൊക്കത്തിന് കുറച്ച് നാളത്തേക്കെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നത്. ശാശ്വതം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നാളത്തേക്ക് ഒരു പരിഹാരം ഉണ്ടായി. അതിനുശേഷം പിന്നീട് മഴ വരുമ്പോൾ പിന്നീട് ഇതേ സന്ദർഭങ്ങൾ തന്നെയാണ് കാണുന്നത്. ഈ ബോധവൽക്കരണത്തിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്തല്ല, ഞാൻ തിരുവനന്തപുരത്ത് സ്ഥിരതാമസത്തിന് വന്ന സമയത്ത് ഒരിക്കലും ഒരു സ്കൂൾ സന്ദർശിക്കാനായിട്ട് പോയിരുന്നു. അവിടെ ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാനായിട്ട് പോയതാണ്. അപ്പൊ അവിടുത്തെ സ്കൂളിലെ കുട്ടികളെ ഈ നദികളും തോടുകളും എല്ലാം ഉത്ഭവിക്കുന്ന സ്ഥലങ്ങൾ, വാഴവാന്തോൾ പോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അവിടുന്ന് ബോട്ടിലിൽ വെള്ളം കളക്ട് ചെയ്തിട്ട് ഓരോ സ്ഥലങ്ങളിലും അതിന് ക്ലിയറിൽ എത്തുമ്പോഴത്തേക്കും ആ വെള്ളത്തിന്റെ കളർ ഓരോ സാമ്പിളും കുട്ടികളെ എടുത്ത് കാണിക്കുന്നുണ്ട്. കുറച്ച് KG ക്ലാസ്സിലെ 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്. അവസാനം അവര് ആമയിഴഞ്ചാൻ തോടിന്റെ അടുത്തൊക്കെ എത്തുമ്പോഴത്തേക്ക് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മൂക്കുവത്തുകയാണ്. അപ്പൊ കുട്ടികൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നഗരം ഇങ്ങനെ പൊള്യൂട്ടഡ് ആവുന്നത്? മഹസൂൻ സാറിന് അറിയാം, കൗൺസിലർ അവിടെ ശാസ്താംകുളത്തെ കൗൺസിലറാണ്. അദ്ദേഹത്തിന് അറിയാം എവിടെ നിന്നാണ് ഈ അഴുക്ക് മൊത്തം വരുന്നത്. അപ്പൊ അണിക്കേഴ്സ് ലൈന് അവിടെയുള്ള മിക്കവാറും ഉള്ള വീടുകളിലെ എല്ലാ ഡ്രെയിനേജും അതിനകത്തോട്ടാണ് വരുന്നത്. കൊച്ചാറിലോട്ടാണ് വന്നിറങ്ങുന്നത്. അതുവരെ, അതായത് പൈപ്പ് മൂട് തുടങ്ങുന്ന സ്ഥലം വരെ വളരെ ശുദ്ധമായി വരുന്ന വെള്ളം, അതിനുശേഷം മരുതൻകുഴി എത്തുമ്പോഴത്തേക്കും അവിടെ മലീമസമാണ്. അതിനകത്തുള്ള പ്രധാനപ്പെട്ടത് കൗൺസിലറിന്റെ വാർഡിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ ഈ കൗൺസിലർ ഇപ്പോഴല്ലേ ആയുള്ളൂ. ഇതിന് മുമ്പിരുന്ന കൗൺസിലറുകളും അവിടെയുള്ള ഈ പറഞ്ഞ മനുഷ്യ മാലിന്യം അടക്കം അങ്ങോട്ടാണ് ഒഴുക്കുന്നത്. ഫ്ളാറ്റുകൾക്ക് കൃത്യമായ സംവിധാനമുണ്ട്. പക്ഷെ വീടുകളിൽ നിന്ന് ഇപ്പോഴും ഈ മനുഷ്യ മാലിന്യം അതിലേക്കാണ് ഒഴുക്കുന്നത്. മൂക്ക് പൊക്താതെ മരുതൻകുഴി ഭാഗത്തൂടെ അവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, അതിന് മുമ്പിലൂടെ ഒന്നും പോകാൻ പറ്റില്ല. അവിടെ പൊങ്കാലയൊക്കെ നടക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ് അതിലേ പോകാൻ. അവിടെ നിന്നാണ് മേജർ മാലിന്യങ്ങൾ ഇങ്ങോട്ട് നഗരത്തിലേക്ക് കടക്കുന്നത്. ഇത് മനുഷ്യ മാലിന്യങ്ങളുടെ ഒരു വിഷയം. പിന്നെ പ്ലാസ്റ്റിക്, എന്ത് സാധനം ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക്കിനകത്ത് കെട്ടി അപ്പുറത്ത് അയ്യത്തോട്ട് എറിയുക, അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലോട്ട് എറിയുക, അല്ലെങ്കിൽ റോഡിലേക്ക് എറിയുക, അല്ലെങ്കിൽ വലിയ കാറുകൾ കൊണ്ടുവന്നിട്ട് അവിടെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതൊക്കെ തടയേണ്ടത് ആരാണ് സാർ? എനിക്കോ താങ്കൾക്കോ പോയി തടയാൻ പറ്റില്ലല്ലോ. ഇതിന് ഉത്തരവാദപ്പെട്ടവരെ നമ്മൾ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞാണ് പോലെ ഇതിനകത്ത് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. അവർ ചെയ്യും ഇവർ ചെയ്യും എന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മളെല്ലാവരും അതിന് തെറ്റുകാരാണ്. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. നമുക്കത് റിപ്പോർട്ട് ചെയ്യാം, നമുക്ക് അതിന്റെ പുറകിന് പോകാം. ഒരു തവണ ഒരാളെ റിപ്പോർട്ട് ചെയ്ത് നല്ല ഹെവി ഫൈൻ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലത്ത് അവൻ അതിന് ഇറങ്ങത്തില്ല. കാര്യം നമ്മളവിടെ ഒരു ക്ലീനപ്പ് ചെയ്യാനായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് മാനവീയർ തുടങ്ങുന്നിടത്ത്. അവിടെ ഡയപ്പേഴ്സ് വരെ രാവിലെ നടക്കാൻ വരുന്നവരെ അതിനകത്ത് നിക്ഷേപിച്ചിട്ട് പോകുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കി അവർ പോലീസിനെ ഇടപെടുത്തി, മറ്റേ ഇവിടുത്തെ നമ്മുടെ മ്യൂസിയം പോലീസിനെ കൊണ്ട് അവിടെ നിരീക്ഷണ ക്യാമറകളെല്ലാം ഉണ്ട്, എന്നാലും ഇവർ കണ്ടാൻ വേണ്ടില്ല.
പോലീസിനെ കൊണ്ട് ഇടപെടുത്തി എത്ര പേരെ അത് അന്വേഷിച്ച് വരുമ്പോഴെന്താണ് ഇവരെല്ലാം പ്രധാനപ്പെട്ട ഉന്നത സ്ഥാനങ്ങളിൽ വഹിക്കുന്ന ഉദ്യോഗസ്ഥരും മറ്റു പ്രമാണിമാരും ഒക്കെയാണ്. അവരെയാണ് നമ്മൾ ഈ പിടിപ്പിക്കാനായിട്ട് ഇറങ്ങേണ്ടുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കാനാണെങ്കിലും അല്ലാതുള്ള കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു തവണ ഇത് ചെയ്യും, പിന്നെ ഇത് ചെയ്യാതെ ഇട്ടിട്ട് പോകും. ഇത് സത്യസന്ധമായ കാര്യമാണ്. അത് കോർപ്പറേഷൻ ഭരിക്കുന്നവരാണെങ്കിൽ ശരി, സർക്കാർ സംവിധാനമാണെങ്കിലും ശരി, റെയിൽവേ ആണെങ്കിലും ശരി. വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞു. കൊല്ലത്ത് ഒരിക്കലും ഒരു ട്രെയിനിന്റെ അടിയിൽ ഒരു ഇതുണ്ടല്ലോ, ഗ്യാസ് കണ്ടെയ്നർ ലോറി ഉണ്ടല്ലോ, ആ ലോറിയുടെ അടിയിൽ 2 പെൺകുട്ടികൾ പെട്ടുപോയി. 48 മണിക്കൂറാണ് അവർ ജീവിച്ചു കിടന്നത്. അന്നേരം വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് പൊക്കണമെങ്കിൽ റെയിൽവേയുടെ ഒരു പ്രൊക്ലൈനർ ഒരു സാധനം കൊണ്ടുവന്നിട്ട് വേണം പൊക്കാൻ. റെയിൽവേക്കാർ ഇത് വിട്ടുകൊടുക്കില്ല. പ്രേമേന്ദ്രൻ, അവിടുത്തെ MP പ്രേമേന്ദ്രൻ ഇറങ്ങി നിന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോലും അവര് റെയിൽവേയുടെ നിയമം അനുസരിച്ച് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വിഷയം ഉണ്ടാക്കി. അതിനുശേഷം ഈ കുട്ടികൾ അവിടെ കിടന്ന് പിടഞ്ഞു വലിച്ചു, ചികിത്സ കിട്ടാതെ 48 മണിക്കൂർ. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഈ സാധനം പത്രത്തിലുള്ള കട്ടിങ്സ് എല്ലാം കൂടെ എടുത്ത് അന്നത്തെ MP ആയിരുന്ന പ്രേമചന്ദ്രൻ ഇത് പാർലമെന്റിൽ കാണിച്ചതിന് ശേഷമാണ് കൊല്ലത്തിന് ഒരു റിക്കവറി വെഹിക്കിൾ അനുവദിച്ചത്. അതുവരെ റെയിൽവേയുടെ തൊട്ടപ്പുറത്ത് റെയിൽവേയുടെ പറമ്പിൽ കിടപ്പുണ്ട് ഈ സാധനം. ഇതെടുത്തിട്ട് ഈ ജീവൻ രക്ഷിക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും നിയമങ്ങളുടെ കുരുക്ക് ബൈ ബുക്ക് പോകുന്ന ചില ആളുകളുണ്ട്. ഇതൊക്കെ കുറെയൊക്കെ ഫ്ലെക്സിബിൾ ആയി കഴിഞ്ഞാൽ ഒരു ജോയിന്റ് വെഞ്ചർ ഓപ്പറേഷൻ വഴി കറക്റ്റായിട്ട് ഇത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഇത് അവരുടെ വസ്തുവാണ്, അതിനകത്ത് കയറാൻ പാടില്ല. അവിടെ നിയമങ്ങളുണ്ട്, ഇവിടെ നിയമങ്ങളുണ്ട്. മനുഷ്യ ജീവന്റെ കാര്യമാണ്. ഇതിനകത്ത് നിയമവും കാര്യങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഇച്ഛാശക്തിയുള്ള ലീഡർഷിപ്പ് വേണം, ഇച്ഛാശക്തിയുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം, നേരത്തെ പറഞ്ഞതുപോലെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അതല്ലെങ്കിൽ ജനങ്ങൾ ഇറങ്ങി അതിശക്തമായി പ്രതികരിക്കണം. ഈ പ്രതികരിക്കേണ്ടുന്ന ജനങ്ങൾ തന്നെയാണല്ലോ തന്റെ പറമ്പിൽ നിന്ന് വേറെ റോഡിലേക്ക് ഈ സാധനം വലിച്ചെറിയുന്നത്. അവർക്ക് അവയർനെസ് കൊടുക്കണം. ശരിയാണ്. ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഇതിപ്പോ ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ല സംസാരിക്കുന്നത്. ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള രീതിയിൽ നമുക്ക് മനുഷ്യപക്ഷത്ത് നിന്ന് സംസാരിക്കണം, മനുഷ്യപക്ഷത്ത് നിന്ന് ഇത്തരം വിഷയങ്ങളെ അഡ്രസ് ചെയ്യണം.